എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. വാത്സല്യത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ കറിയാണേ. അത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാമേ. ഒരു ചട്ടിയിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ഒരു ബേ ലീഫും ഒരു കഷ്ണം പട്ടയും ഇട്ടു. നമ്മളിവിടെ ഒരു മീഡിയം സൈസിലെ 3 സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നീളത്തിലാണ് സവാള അരിഞ്ഞത്. അത് നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. സവാളയൊന്ന് വാട്ടിയെടുക്കാം. കളർ മാറണ്ട, വാട്ടിയെടുത്താൽ മതിയേ. ഇനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ചിക്കൻ, ഇത് 1 കിലോ ചിക്കനാണ്. ഉപ്പും മഞ്ഞളും ഇച്ചിരി മുളക് പൊടിയും കൂടെ പുരട്ടി വെച്ചിരുന്നതാണ്. ഉള്ളിയുടെ അകത്തോട്ട് നമുക്ക് ഈ ചിക്കനോട് ഇട്ട് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. നമുക്കിതൊന്ന് അടച്ചു വെക്കാം. മീഡിയം തീയിലിടണേ. ഇനി ഇത് ചിക്കനൊക്കെ വെള്ളം ഇറങ്ങി വരും. ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. ചിക്കൻ കറിക്ക് വേണ്ട സാധനങ്ങൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാമേ. 2 പച്ചമുളക്, വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് മല്ലിയില, 2 തക്കാളി, 3 സവാളയും. ചിക്കൻ ആദ്യം നമുക്ക് മിക്സിയിലോട്ട് നമുക്ക് വെളുത്തുള്ളി, മല്ലിയില, ഇഞ്ചി, പച്ചമുളക് നമുക്ക് അരച്ചെടുക്കാം. ഇത് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് അരച്ചതാണേ. അത് നമുക്കങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അടച്ചു വെക്കാം. ഇനി നമുക്ക് ഒരു 2.5 ടീസ്പൂൺ മുളക് പൊടി, 3.5 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത് നമുക്ക് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇപ്പോൾ വേണ്ട നമ്മുടെ ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഒത്തിരി ഇറങ്ങി വന്നേ. ഈ വെള്ളം മുഴുവൻ നമുക്ക് പറ്റിച്ചെടുക്കണം. ഇപ്പോൾ വേണ്ട വെള്ളം ഒക്കെ പറ്റി വരുന്നുണ്ട്. നമ്മൾ 2 തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുത്ത് തക്കാളിയുടെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടു. ചിക്കനിൽ ഉപ്പ് പുരട്ടിയതാകൊണ്ട് ഉപ്പ് കുറച്ചേ ഇടാവൂ. ഇത് നമ്മൾ മുളകും മല്ലിയും ഒന്ന് ചൂടാക്കിയിട്ട് ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ച് വെച്ചതാണേ. അത് അതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കുക. 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് അതും കൂടെ ഇളക്കി ചേർക്കാം. അടച്ചു വെച്ച് നമുക്ക് വീണ്ടും വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ കറി ആയിട്ടുണ്ട്. നമുക്ക് ഒരു പാത്രത്തിലോട്ട് ഇത് കോരിയെടുക്കാം. മല്ലിയിലയോട് നമുക്ക് മുകളിലോട്ടിടാം. ആദ്യം നമ്മൾ മല്ലിയില അരച്ചതാണ്. എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ.